ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട്. നികത്താനാവാത്ത നാശനഷ്ടത്തിലാണ് പ്രദേശം. ഈ അവസരത്തിൽ മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നുപോയി. ഈ അവസരത്തിൽ മുണ്ടക്കയെ കരകയറ്റാൻ ബെയിലി പാലം ഒരുക്കി നമ്മുടെ ഇന്ത്യൻ സൈന്യം. ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികളുമായി വ്യോമസേന വിമാനം ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലും അവിടെ നിന്ന് ട്രക്കുകളിലായി വയനാട്ടിലെത്തി. 85 അടി നീളമുള്ള പാലം നിർമ്മിക്കാനാണ് പദ്ധതി. രക്ഷാദൗത്യത്തിന് നിർണായകമായ ബെയിലി പാലം നിർമ്മാണം നമ്മുടെ ഇന്ത്യൻ സൈന്യം ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കി. ബെയിലി പാലം എന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ നിർമ്മിക്കുന്ന ഒരു താൽക്കാലിക പാലം മാത്രമാണ്. മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു താൽക്കാലിക പാലമാണ് ബെയിലി പാലം. ബെയിലി പാലം 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. സ്റ്റീലും തടിയുമാണ് ബെയിലി പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ. താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിലെത്തിക്കാൻ എളുപ്പമാണ്. അടിയന്തര ഘട്ടങ്ങളിലാണ് ബെയിലി പാലം പ്രയോജനപ്പെടുക. ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. ഭാരം താങ്ങാൻ കഴിയുന്ന വിധത്തിലാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം. ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ എന്ന വിധത്തിലാണ് സാധാരണയായി ബെയിലി പാലങ്ങൾ നിർമ്മിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി കാശ്മീരിലാണ് ബെയിലി പാലം ആദ്യമായി നിർമ്മിച്ചത്. പിന്നെ നമ്മുടെ കേരളത്തിൽ പമ്പാ നദിക്ക് കുറുകെയും ഇന്ത്യൻ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചിട്ടുണ്ട്. ബെയിലി പാലത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെയോ യന്ത്രങ്ങളുടെയോ ആവശ്യമില്ല. മിക്കതും കൈകൊണ്ട് കൂട്ടിയോജിപ്പിക്കാനാവുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ക്രെയിൻ പോലുള്ള വലിയ യന്ത്രങ്ങളുടെ ആവശ്യം വരുന്നില്ല ബെയിലി പാല നിർമ്മാണത്തിന്. നല്ല ഉറപ്പുള്ളതിനാൽ ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ ടാങ്കർ വരെ ബെയിലി പാലത്തിലൂടെ കടന്നുപോകുന്നു. ബെയിലി പാലത്തിന്റെ ഈ ഉറപ്പാണ് വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തിന് വലിയ താങ്ങായി മാറുന്നത്. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന ബെയിലി പാലം യഥാർത്ഥത്തിൽ ഒരു പാലം എന്നതിലുപരി അതിലൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ബെയിലി പാലത്തിന്റെ ഈ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയത്. ബെയിലി പാല നിർമ്മാണത്തിന് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ശക്തമായ കാറ്റിനെയും മഴയെയും പ്രതിരോധിച്ചാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം 194 മീറ്ററുള്ള ബെയിലി പാലം മുണ്ടക്കൈയിൽ നിർമ്മിച്ചത്. വലിയ ദുരന്തം നേരിട്ട ഈ നാട് ബെയിലി പാല നിർമ്മാണത്തിലൂടെ തിരിച്ചു വരുമെന്ന സൂചനയാണ് നമുക്ക് ഈ പാലം നിർമ്മാണത്തിലൂടെ പറയാൻ കഴിയുന്നത്. 2 മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുക മാത്രമല്ല, തിരിച്ചു വരാനുള്ള ശേഷി ഉണ്ടെന്ന് ഈ പാല നിർമ്മാണത്തിലൂടെ തെളിയിക്കുകയാണ്. ഇനി ബെയിലി പാലത്തിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് മുതൽ വലിയ വാഹനങ്ങൾ വരെ കടന്നുപോകാം. മുണ്ടക്കൈയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് നിർണായക ഭാഗമാകും ബെയിലി പാലം. വളരെ പെട്ടെന്നാണ് ഈ പാലത്തിന്റെ പണി നമ്മുടെ ഇന്ത്യൻ സൈന്യം പൂർത്തിയാക്കിയത്. 2 ദിവസം രാപ്പകൽ വ്യത്യാസമില്ലാതെ കാറ്റിനെയും മഴയെയും അതിജീവിച്ചാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം വഹിക്കുവാനുള്ള കഴിവും 194 മീറ്ററുമാണ് ബെയിലി പാലത്തിന്റെ പ്രത്യേകത.